ഞാനൊരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് നോമ്പിന് കുറച്ചധികം മാങ്ങ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ തൊലിയെത്തി ഫ്രീസറിൽ വെച്ചിരുന്നു. ആ ഒരു മാങ്ങയാണിത്. മാങ്ങ ഇല്ലാത്ത കാലത്തും നമുക്ക് അങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ മാങ്ങ എടുത്ത് നമുക്ക് വേണ്ട ഉണ്ടാക്കാം, ജ്യൂസ് അടിക്കാം. അപ്പം ഞാനങ്ങനെ തൊലി ചെത്തി ഫ്രീസറിൽ വെച്ചതായിരുന്നു. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൽ ചെറിയ മാങ്ങ വെച്ചിട്ട് തൊലി ചീന്തി എടുത്തിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഞാനിത് വലിയ മാങ്ങ ആയതുകൊണ്ട് കഷ്ണം മുറിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിലേക്ക് പച്ചമുളകും ഒരു 6 പച്ചമുളകും ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് ഞാനിത് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വലിയ മാങ്ങ ആയതുകൊണ്ട് ഞാനിത് കഷ്ണങ്ങൾ മുറിച്ച് അണ്ടി അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അണ്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. ഞാനൊരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ജീരകം, തൈര് എടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണ്. ആ തൈര് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ അരച്ചെടുത്തത്. ഞാനിപ്പോൾ ഈ മാങ്ങ കൂട്ടിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ നല്ല മധുരമുള്ളതാണെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയൊരു പൊട്ട് ഇട്ട് കൊടുത്തു. ഇത് നല്ല മധുരമുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഒന്നും കൂടി ഒരു മധുരം ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാനൊരു ചെറിയ പൊട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അരപ്പൊക്കെ നമ്മളത് റെഡി ആയിട്ടുണ്ട്. അതാ മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് മുളകും പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മുളകും പൊടി ഇട്ടില്ല, പച്ചമുളകിൻ്റെ എരിവുണ്ട്. ഞങ്ങൾക്ക് വലിയ എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് എടുക്കൊന്നും വേണ്ട. ഒന്നും ചൂടായി ചെറിയൊരു തിള വന്നാൽ മതി. ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശർക്കര ഞാൻ കുറച്ച് വൈകിയാണ് ഇട്ടത്. അപ്പോൾ അതൊന്ന് അലിയാൻ കുറച്ച് താമസം എടുത്തു. ഇതിൽ കടന്നിട്ട് അലിയും. നമുക്കിതിലേക്ക് വേണ്ട കടുക് വറുത്ത് ഇടാം. ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവയും കടുകും കറിവേപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് ഒഴിക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അപ്പം എൻ്റെ അടുത്ത് വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കൽ ഇങ്ങനെയല്ല, തൈരൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെക്കൽ. ഞാനിങ്ങനെ ഈ രീതിയിലാണ് ഉണ്ടാക്കിക്കണത്. എൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുക. ഈ ഒരു അണ്ടി ഉണ്ടല്ലോ, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്